ഏകദേശം 5 മാസത്തിലേറെയായി UDF നേതൃത്വത്തിന് തൃണമൂൽ കോൺഗ്രസ് UDFന്റെ ഭാഗമാക്കി മാറ്റണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കത്ത് നൽകിയിട്ട്. എന്നാൽ നാളിതുവരെ UDFന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം ഈ കാര്യത്തിലൊന്നും യാതൊരു തീരുമാനവും എടുക്കാതെ അഴകുഴമ്പൻ സമീപനമാണ് തൃണമൂൽ കോൺഗ്രസിനോട് എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങളുടെ യോഗം വിലയിരുത്തിയിട്ടുണ്ട്. ആ വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ വരാൻ പോകുന്ന നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് മത്സര രംഗത്തുണ്ടാവും എന്നുള്ളതാണ് പറയാനുള്ളത്. 2 ദിവസം സമയം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള UDF നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് 2 ദിവസത്തെ സമയം ഞങ്ങൾ UDF നേതൃത്വത്തിന് നൽകുകയാണ്. ആ 2 ദിവസം കഴിഞ്ഞാൽ നിലമ്പൂരിൽ ശ്രീ PV അൻവർ മത്സരരംഗത്തുണ്ടാവും എന്നുള്ളതാണ് ഇന്നത്തെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനം എടുത്തിട്ടുള്ളത്. ആ തീരുമാനം ഞങ്ങളുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം 30-ാം തീയതി മഞ്ചേരി വെച്ച് ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ഈ നിയോജക മണ്ഡലത്തിൻ്റെ തീരുമാനം ഞങ്ങൾ അറിയിക്കും. ആ തീരുമാനം എക്സിക്യൂട്ടീവ് അംഗീകരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ. അതായത് PV അൻവർ മത്സരരംഗത്തുണ്ടാവും. 2 ദിവസത്തിനുള്ളിൽ 2 ദിവസം ഞങ്ങൾ UDFന്റെ നേതൃത്വത്തിന് കൊടുക്കുന്ന ഒരു സമയമാണ്. UDFന് 2 ദിവസം സമയം കൊടുക്കുക എന്ന് പറയുന്നത് ഞങ്ങളെ UDFന്റെ ഭാഗമായി ഞങ്ങളെ ഘടകകക്ഷിയായി അംഗീകരിക്കുക എന്നുള്ള ഞങ്ങളുടെ ഒരു ഡിമാൻഡ് ഉണ്ടല്ലോ. ആ ഡിമാൻഡ് അംഗീകരിക്കണം. ആ അംഗീകാരം UDF നേതൃത്വം എടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി, UDFന് UDFന്റെ വഴി എന്ന് മാത്രമേ തീർച്ചയായിട്ടും മത്സരിക്കണം എന്നുള്ളതാണ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ശ്രീ അൻവറിനോടക്കം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഞങ്ങളുടെ മേൽ കമ്മിറ്റിയോടും അതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത്. ഇത് വിലപേശന കാര്യമൊന്നുമില്ലല്ലോ. ഞങ്ങൾ ആ ഒരു 5 മാസം മുമ്പ് കൊടുത്തൊരു കത്ത് ഈ തെരഞ്ഞെടുപ്പിന്റെ തലേനാള് വില വീശിയാണെന്ന് പറയുന്നിടത്ത് എന്താ ന്യായമുള്ളത്? അല്ല, അതാണല്ലോ പറഞ്ഞത്. ഞങ്ങൾ PV അൻവർ ഉയർത്തി കൊണ്ടുവന്നിട്ടുള്ള വിഷയങ്ങളുണ്ടല്ലോ, ആ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ UDF മുന്നണിക്ക് സാധ്യമാവുള്ളൂ. അത് ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണല്ലോ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന UDF ആണല്ലോ അത് കൈകാര്യം ചെയ്യേണ്ടത്. അത് കൈകാര്യം ചെയ്യണമെങ്കിൽ ഞങ്ങൾ UDFന്റെ ഭാഗമാകുമ്പോഴല്ലേ അത് സാധ്യമാവുള്ളൂ. അൻവർ മത്സരത്തിൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ UDFന്റെ ജയത്തെയാണ് വലിയ തോതിൽ ബാധിക്കുക. അത് LDFന്റെ വിജയത്തെ അൻവർ ഉന്നയിച്ചതിന് വിപരീതമായി LDFന്റെ വിജയത്തിലേക്ക് വഴിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകൂലേ? ഞങ്ങൾ മത്സരിക്കുന്നത് PV അൻവർ മത്സരരംഗത്ത് വന്ന അൻവറിനെ ജയിപ്പിച്ചെടുക്കാൻ ഉള്ള സാഹചര്യം നിലമ്പൂരുണ്ട്. PV അൻവർ നിലമ്പൂർ സ്ഥാനാർത്ഥിയായി വന്നാൽ PV അൻവർ ജയിക്കാവുന്ന സാഹചര്യം നിലമ്പൂരിൽ ഉണ്ടല്ലോ. പിന്നെന്താ മറ്റാരെങ്കിലും ജയിക്കുക എന്നുള്ളത് ഏതില് അത് UDFൽ നിലവിലുള്ള ഒരു സംവിധാനം ഉണ്ടല്ലോ, നിലവിലുള്ള കക്ഷികൾ. ആ കക്ഷികൾക്ക് തുല്യമായ പ്രാധാന്യത്തോടു കൂടി ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്യണം. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ പുറത്തു നിന്ന് സഹകരിക്കുക, അതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് പോസിബിൾ അല്ല.